ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, 36-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മൾ അല്പമായി ധ്യാനിച്ചു. ഈ എപ്പിസോഡിൽ 3, 4, 5 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ധ്യാനത്തിനായി വായിക്കുകയാണ്. അവൻ്റെ, അതായത് ദുഷ്ടൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. 1-2 വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അകൃത്യം കണ്ടുപിടിക്കപ്പെടുകയോ വെറുക്കപ്പെടുകയോ ചെയ്യുകയില്ലെന്ന് അവൻ തൻ്റെ ദൃഷ്ടിയിൽ സ്വയം പ്രശംസിക്കുന്നു എന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. ഈ എപ്പിസോഡിൽ വീണ്ടും ശ്രദ്ധേയമായിട്ട് തുടർച്ചയായിട്ട് പറയുകയാണ്, അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ഇതൊരു ധ്യാനാത്മകമായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ഒരു ചിന്തയാണ്. ദുഷ്ടൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. വാക്ക്, ആ പദം തന്നെ എത്ര ശ്രദ്ധേയമാണ്. 2 അക്ഷരം മാത്രമേ വാക്കെന്നുള്ള പദത്തിനുള്ളൂ. പക്ഷേ അത് ഹൃദയത്തിലൊരു സമാധാനം തരുന്നതാണ്. വാക്കുകൾ, വചനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ചു. വാക്കില്ലാത്തൊരു കാലം, വചനമില്ലാത്തൊരു കാലം, നമ്മുടെ നാവുകൾ മൗനമായി പോകുന്നൊരു കാലം, ആരോട് സംസാരിക്കാൻ പറ്റാതിരിക്കുന്നൊരു കാലം, എത്ര നൊമ്പരത്തിൻ്റേതായ കാലമായിരിക്കും. ഹൃദയത്തിൽ ഒത്തിരി ആശയങ്ങളുണ്ട്, പലരും പങ്കുവയ്ക്കുന്ന കാര്യമാണ്. നമ്മളൊന്നും പറയണ്ട, ഭൗതികമായിട്ട് നോക്കിയാൽ ആരോഗ്യ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, തൊണ്ടയ്ക്ക് പ്രോബ്ലം വന്നാൽ ഒരു വാക്ക് പോലും പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. സംസാരിക്കാൻ പറ്റാതെ പോകുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ശബ്ദം അടഞ്ഞു പോകുന്നു. വാക്കിന് ഭയങ്കര ശക്തിയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ആലോചിച്ചോണം, മൗനികളായി പോകുമ്പോൾ മൗനിക്ക് മാത്രമേ വാചാലതയുടെ അർത്ഥം പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ. വാചാലത നടിക്കുന്നവനും വാചാലതയിലായിരിക്കുന്നവനും മൗനത്തിൻ്റെ മൂല്യം അറിയത്തില്ല, നിശബ്ദതയുടെ മൂല്യം അറിയത്തില്ല, വാക്കിൻ്റെ മൂല്യം അറിയത്തില്ല. ഇവിടെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിത്തറ നമ്മളൊന്നുകൂടെ ചിന്തിച്ചോണം. ദൈവം നമുക്കൊക്കെ വാക്ക് തന്നിട്ടുണ്ട്, ഒരു ശബ്ദം നൽകിയിട്ടുണ്ട്. വായിലെ വാക്കുകൾ, വായിലെ വചനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്വരം, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സ്വരം. ഈ സ്വരം എത്ര ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ ഒരു വാക്കാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയിൽ സൃഷ്ടിച്ചു. തുടർന്നുള്ള വാക്കുകളിലൂടെയാണ്, പിന്നീടാണ് 1-ാം ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ ശക്തി എത്ര! ബാലെ എഴുന്നേൽക്ക എന്ന് കർത്താവ് പറയുന്നു, മരിച്ചവൾ എഴുന്നേൽക്കുന്നു. ആ തലീത കൂമി എന്ന വാക്കിന് എന്ത് ശക്തിയാണ്! ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നു, ആ വാക്കിന് എത്ര ശക്തിയാണ്! വാക്കിനൊരു വലിയ ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. അത് നിസ്സാരമല്ല, അത് ജീവൻ കൊടുക്കുന്നതാണ് വാക്ക്. എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഒന്നും സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഏത് നിമിഷവും നമ്മുടെ ശബ്ദം അടഞ്ഞു പോകും. പലപ്പോഴും നമ്മൾ കാണത്തില്ലേ, ആക്ഷൻ കാണിക്കുന്ന ചില മനുഷ്യരുണ്ട്. കൈകൾ കൊണ്ട് ആക്ഷൻ കാണിക്കും, വാ കൊണ്ട് ശബ്ദമില്ലാതെ ചില പദങ്ങൾ പറയുന്നവരുണ്ട്, തൊണ്ടയടച്ച് പറയുന്നവരുണ്ട്, മൂടിക്കെട്ടിയ സ്വരത്തിൽ പറയുന്നവരുണ്ട്, പറയാൻ ഒത്തിരി നല്ല സ്വരങ്ങളുള്ളവരുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ ഒത്തിരി വെമ്പുന്നുണ്ട്, പക്ഷേ സ്വരം ശക്തി വെളിയിലോട്ട് വരുന്നില്ല. വിശുദ്ധ ബലിയർപ്പിക്കുവാൻ, സ്തുതിസ്തോത്രങ്ങൾ പറയുവാൻ, ഒരു നന്മ പറയുവാൻ ഒത്തിരി കൊതിക്കുന്നവരുണ്ട്. പല ഫിലിമുകളിലും നമ്മൾ കാണും. കാരണം പീഡിപ്പിക്കപ്പെട്ടവർ, അക്രമികളാൽ അടിച്ചമർത്തപ്പെട്ടവർ, അവർ സത്യമായിട്ടുള്ള കാര്യം തുറന്നു പറയാൻ ഒത്തിരി വെമ്പുന്നുണ്ട്. ഈ മനസ്സിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന
ഒരുപാട് സ്വരങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗനങ്ങളും വാചാലതകളുമുണ്ട്. വാചാലത പലപ്പോഴും വാക്കിൻ്റെ മൂല്യത്തെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ വാചാടോപത എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, ഒരു പ്രത്യേകമായ അനുഭവമാണ്. നമ്മൾ എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അങ്ങ് ചറപറാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൻ്റെ തീവ്രത വലുതാണ്. അപ്പോൾ അങ്ങനെ കൊതിച്ചിരിക്കുന്ന അവസരം ആ മനുഷ്യനുള്ളത്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കൊള്ളണം. അകൃത്യവും വഞ്ചനയും നിറഞ്ഞ വാക്കുകൾ. അതായത് ദൈവം തന്നതാണ് ഈ സ്വരം, ദൈവം തന്നതാണ് നാവ്, ദൈവം തന്നതാണ് ശബ്ദം. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, ജീവനുണ്ടാക്കിയ, സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവമാണ് എനിക്ക് നിങ്ങൾക്കും ഒരു സ്വരം തന്നത്. ആ സ്വരം അകൃത്യവും വഞ്ചനയും പുലർത്തുന്നതിനും അകൃത്യവും വഞ്ചനയും ചെയ്യുന്നതിനും വേണ്ടി മാറ്റപ്പെടുമ്പോൾ സ്രഷ്ടാവ് എന്തുമാത്രം വ്യസനിക്കുന്നുണ്ട്. ദുഷ്ടൻ്റെ അടിസ്ഥാനപരമായൊരു പ്രത്യേകതയാണ് അകൃത്യവും വഞ്ചനയും നിറഞ്ഞ വാക്കിൻ്റെ ഉടമയായിരിക്കുന്നവൻ അവൻ ദുഷ്ടനാണ്, ചതിയനാണ്, ദൈവത്തെ അറിയാത്തവനാണ്. ഈ അകൃത്യവും വഞ്ചനയും വാക്കുകളിൽ എങ്ങനെയാണ് വന്നുകൂടുന്നത്? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പറയേണ്ടാത്തത് പറയുമ്പോൾ ഓർത്തോണം, ദൈവനിഷേധപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഓർത്തോണം, കള്ളത്തരത്തിന് സാക്ഷി പറയുമ്പോൾ ഓർത്തോണം, സ്വാർത്ഥത വിളിച്ചു കൂവുമ്പോൾ ഓർത്തോണം, സത്യമെന്നുള്ളതും പറഞ്ഞ് കള്ളത്തരം മാത്രം പറയുമ്പോൾ ഓർത്തോണം. ഇത് അകൃത്യവും വഞ്ചനയുമാണ്. ഹിറ്റ്ലറിൻ്റെ ഒരു വാക്ക് 10,000 കൊന്നൊടുക്കി. ഗാന്ധിജിയുടെ ഒരു വാക്ക് 10,000 സമാധാനത്തിൻ്റെ സന്ദേശം നിറച്ചു. ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സാഹിത്യകാരന്മാർ അവരുടെ രചനകളിലൂടെ സാമൂഹ്യ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ചില പ്രഭാഷണങ്ങൾക്കുള്ള ശക്തി വലുതാണ്. ആ ഒരൊറ്റ പ്രഭാഷണത്തിലൂടെ, ആ ഒരൊറ്റ വാക്കിലൂടെ എത്ര പേരെ തമ്മിൽ ചേർത്ത് നിർത്താൻ പറ്റും? പ്രിയമുള്ളവരെ, നമ്മൾ വലിയ പ്രഭാഷകരാകണമെന്നില്ല, വലിയ എഴുത്തുകാരാകണമെന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ഒരു കൊച്ചു വാക്ക് മതി അനേകം വർഷങ്ങളായി അകന്നിരിക്കുന്നവരെ തമ്മിൽ ചേർത്ത് നിർത്താൻ. നമ്മളിപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക, സംശയിച്ചിരിക്കുക, അവനെനിക്ക് ദോഷം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അതിലെ സത്യം എന്താണെന്ന് ഒരാളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതോടെ നമ്മളിൽ പശ്ചാത്താപം വരും, സൗമ്യനും ശാന്തനുമായി മാറ്റപ്പെടും. ദുഷ്ടൻ്റെ ഹൃദയത്തിൽ, ദുഷ്ടൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വെക്കൊണ്ടിരിക്കുക. ഈ അകൃത്യവും വഞ്ചനയും വാക്കുകളിൽ കലർന്നാലുള്ള പ്രത്യേകത എന്തുവാണെന്നറിയാമോ? അതൊരു ബൊമ്പാർഡിങ് സ്റ്റാറ്റസിലേക്ക് പോകുകയാണ്. ഈ വാക്കുകൾ ഇങ്ങനെ അഗ്നിയായിട്ട് മാറുകയാണ്. ശുദ്ധീകരിക്കാനുള്ള അഗ്നിയല്ല, നശിപ്പിക്കാനുള്ള അഗ്നിയാണ്. നശിപ്പിക്കാനുള്ള അഗ്നിയാകുന്ന വാക്കുകൾ ഇന്നെല്ലായിടത്തും പടർന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മൈക്ക് കിട്ടിയാൽ വർഗീയത വിളിച്ചു പറയുന്നു. അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ കൊല്ലാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നു. മതത്തിന് വേണ്ടി, ജാതിക്ക് വേണ്ടി, വർഗത്തിന് വേണ്ടി പരസ്പരം ഒടുക്കുന്നു. നട്ടാൽ കുരുക്കാത്ത കള്ളത്തരങ്ങൾ പറയുന്നു. എത്രയോ പേരെ മാനസികമായിട്ട് തകർക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ മാനസികമായിട്ട് തകർക്കുകയും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുകയും ദുഷിയിലും വഞ്ചനയിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ദൈവമേ, എൻ്റെ നാവുകൾ അകൃത്യവും വഞ്ചനയും നിറഞ്ഞ് ദുഷ്ടൻ്റെ പരിച്ഛേദങ്ങളായി, പ്രതിബിംബങ്ങളായി ഞങ്ങൾ മാറരുതേ. അതിനുവേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും പറയുന്നു, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും വിട്ടുകളഞ്ഞിരിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ മേളിത്തോട്ട് വരികയാണ്. ഹൃദയാന്തർഭാഗത്ത് പാപാദേശം, പാപം സംസാരിക്കുന്നു, ദൈവഭയമില്ലാതെ പ്രവർത്തിക്കുന്നു, തൻ്റെ അകൃത്യങ്ങൾ ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് ചിന്തിച്ച് തിന്മകൾ ചെയ്യുന്നു, വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. അങ്ങനെയുള്ളവൻ ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും വിട്ടുകളഞ്ഞിരിക്കുന്നു. ബുദ്ധിമാനാകുന്നതും നന്മ ചെയ്യുന്നതും പിന്തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാറ്റമുണ്ടാകണം.
ഇതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ മറന്നു കളയുന്നു. പ്രിയമുള്ളവരെ, ബുദ്ധിമാനാകുക എന്ന് പറയുന്നത് ചിലർക്കൊക്കെ പറ്റും. ബുദ്ധി പല രീതിയിലുണ്ട്. അതായത് നമ്മൾ പറയത്തില്ലയോ, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, മനുഷ്യൻ്റെ മനസ്സിലൊരു ബോധാവസ്ഥയുണ്ട്, ഒരു ബുദ്ധിയുടെ തലമുണ്ട്. ഫ്രോയിഡിയൻ പ്രിൻസിപ്പിൾ പോലെ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 തലങ്ങളുണ്ട്. അപ്പം ഇതിലൂടെയും ഈഗോയിലൂടെയും ശരീരത്തിലൂടെയും മനസ്സിലൂടെയും മനുഷ്യന് ബുദ്ധിയുടെ ബഹുസ്ഫുരണങ്ങൾ കാണാൻ പറ്റും. അവിടെ കൊണ്ട് പൂർണ്ണതയാകത്തില്ല. ആത്മാവിൻ്റെ ബുദ്ധിയുടെ തലത്തിലേക്ക് പോകണം. ഒരു സെലസ്റ്റിയൽ ബീങ്സ് ആകണം നമ്മൾ. ഒരു സെലസ്റ്റിയൽ കോൺഷ്യസ്നെസ് നമുക്കുണ്ടാകണം, ഒരു ബോധാവസ്ഥ ഉണ്ടാകണം. ഇവിടെ ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാനായെങ്കിലേ നന്മ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നന്മയില്ലാത്ത ബുദ്ധിയുണ്ട്, നന്മയില്ലാത്ത ആലോചനയുണ്ട്. ഓർത്തോണം, എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം, കോൺഷ്യസ്നെസ്, മെമ്മറി വിത്തൗട്ട് വെർച്യൂസ്, അതെന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ദൈവമില്ലാത്ത നന്മകൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്ന് നന്മയുടെ വേഷം കെട്ടിച്ച് പലതിനെ ഇറക്കിയിട്ടുണ്ട്. ബുദ്ധിയുടെ വേഷം കെട്ടിച്ച് ദുർബുദ്ധികളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളും കലഹങ്ങളുമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ജാതീയതയും വംശീയതയും എങ്ങനെയാണ് വരുന്നത്? സ്നേഹത്തിൻ്റെ വേഷം കെട്ടിച്ച് സ്നേഹമില്ലായ്മയെ ഇറക്കി, ബുദ്ധിയുടെ വേഷം കെട്ടിച്ച് ദുർബുദ്ധിയെ ഇറക്കി, സമാധാനത്തിൻ്റെ വേഷം കെട്ടിച്ച് അസമാധാനത്തെ ഇറക്കി മനുഷ്യനെ നോടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയംഗമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കണം. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ മറന്നു കളഞ്ഞു. നന്മയിൽ ബുദ്ധി ഉണ്ടാകട്ടെ, ബുദ്ധിയിൽ നന്മയുണ്ടാകട്ടെ. കർത്താവിൻ്റെ പല ഉപമകളിലും നമ്മൾ ആലോചിച്ചോണം. ചില ഉപമകൾ നോക്കുമ്പോൾ ഇത് ബുദ്ധിപൂർവമാണോ എന്ന് ചിന്തിച്ചു പോകും. 100 ആടുണ്ട്, ഒന്ന് കാണാതെ പോയി. 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോകുന്നു. 99 പോകുമോ എന്ന് അവൻ പേടിക്കുന്നില്ല, അതിൻ്റെ ബുദ്ധി നോക്കുന്നില്ല. അതായത് ഒന്നിനു വേണ്ടി പോയി, അതായത് കേവലം ഒരു മൈനോറിറ്റിക്ക് വേണ്ടി പോയി മെജോറിറ്റിയുടെ സപ്പോർട്ടിനെ കളയണോ, സുരക്ഷിതത്വത്തെ നഷ്ടപ്പെടുത്തണോ? 10 താലന്തുണ്ട്, 10 നാണയങ്ങളുണ്ട് സ്ത്രീക്ക്. ഒന്ന് കാണാതെ പോയപ്പോൾ പകൽ മൊത്തം അധ്വാനിച്ചു, നാട്ടുകാരെ വിളിച്ച് സന്തോഷത്തിൽ പങ്കുചേരാൻ പറയുന്നു. എന്നുവെച്ചാൽ അന്നത്തെ അവളുടെ ജോലി പോയി, നാട്ടുകാരെയൊക്കെ വിളിച്ച് സന്തോഷത്തിൽ പങ്കുചെല്ലാൻ പറയുമ്പോൾ ആയിരുന്ന 9 നാണയം, 10 നാണയം കൊണ്ട് അവർക്ക് ചിലവ് കൊടുത്താൽ പോലും തികയത്തില്ല. കാരണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ പോയാൽ, ഒരു ഭക്ഷണം കൊടുക്കാൻ പോയാൽ, ഒരാഘോഷത്തിൻ്റെ ഭാഗമായാൽ ഒരു വലിയ നഷ്ടമാണ് അവിടെ വന്നു ചേരുന്നത്. പക്ഷേ അതും ലാഭമായിട്ട് കാണുന്നു. അനീതിയുള്ള കാര്യവിചാരകൻ്റെ കാര്യം വരുന്നു. യജമാൻ്റെ മുൻപിൽ വെച്ച് അവൻ ഓരോരുത്തരെ വിളിക്കുന്നു. അവൻ അനീതിയുള്ളവനായിരുന്നു, അവനെ പിരിച്ചുവിടാൻ യജമാൻ തുടങ്ങി. അവൻ ബുദ്ധി കാണിച്ചത് എങ്ങനെയെന്നറിയാമോ? നീ എത്ര യജമാന് കൊടുക്കാനുണ്ട്? ഒരു ദാസനോട് ചോദിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ 100 പറ ഗോതമ്പ്. നീ അത് വെട്ടിയിട്ട് 80 എഴുതിക്കും. നീ എന്തോ കൊടുക്കാനുണ്ട്? ഞാൻ 100 കുടം എണ്ണ. നീ 50 എഴുത്. യഥാർത്ഥത്തിൽ അപ്പോൾ യജമാനൻ പറയുന്നു, അയ്യോ ഇവൻ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവനെ പിരിച്ചുവിടുന്നില്ല. യഥാർത്ഥത്തിൽ നഷ്ടം മൊത്തം സംഭവിച്ചത് യജമാനാണ്. 100 80 അല്ലെങ്കിൽ 50 കുറച്ച് കൊടുക്കുന്നത് മൂലം നഷ്ടമൊക്കെ യജമാനന് വന്നു. എന്നിട്ട് പോലും യജമാനെ സന്തോഷിക്കുകയാണ്. അപ്പം ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, ഇന്ന് നമ്മൾ നോളജ് എന്നുള്ള പദത്തെ മാത്രമേ ബുദ്ധി എന്ന് പറഞ്ഞ് കാണാറുള്ളൂ. നോളജ് എന്ന് പറയുന്ന ആ ബുദ്ധി എന്ന് പറയുന്നത് ഭൗതിക ബുദ്ധിയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ്. എന്നാൽ ബുദ്ധിമാനായിരിക്കുക എന്ന് പറയുമ്പോൾ ഹീബ്രു ഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ബുദ്ധിയല്ല, ഒരു ഡിവൈൻ വിസ്ഡമാണ്. കഷ്ടത വന്നാൽ പോലും സന്തോഷിക്കുന്ന, നഷ്ടം വന്നാൽ പോലും സന്തോഷിക്കുന്ന, സമാധാനം കണ്ടെത്തുന്ന ഒരു തലമുണ്ട്. ആ ഒരു ബുദ്ധിയുടെ തലമാണ് നമുക്ക് വേണ്ടത്. നഷ്ടത്തെ പോലും ലാഭമായി കാണുന്ന, ലാഭത്തിലുപരി ആധ്യാത്മികതയെ കാണുന്ന, കരുതലിനെ കാണുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ബുദ്ധിമാനായിരിക്കുന്നത്
നന്മ ചെയ്യുന്നത് മറന്നു കളയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ബുദ്ധിയുടെ ആധിക്യം മാത്രമല്ല, നന്മയുടെ അനുഭവം ഉണ്ടാകണം. മഹാത്മാഗാന്ധി അത് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾ രാജ്യത്തിലേത് പുരോഗതികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും രാജ്യത്തിലെ ഏറ്റവും തള്ളപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ഒരു മുഖം നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കണം. കാരണം അവർക്കൂടെ പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അല്ലാതെ പുരോഗതി എന്ന് പറഞ്ഞിട്ട്, ഉന്നതി എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന വർഗത്തെ തള്ളിക്കളയുന്നത് ആകരുതെന്ന് പറയുന്ന ചിന്താഗതി എത്ര ശ്രേഷ്ഠമാണ്. വീണ്ടും ഓർത്തോണം, അവൻ തൻ്റെ കിടക്കമേൽ അകർത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ല. അപ്പോൾ ഓർത്തോ, കിടക്കമേൽ അകർത്യം, വേണ്ടാത്ത വഴിയിൽ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നില്ല. അപ്പോൾ കിടപ്പിലും നടപ്പിലും ഇരിപ്പിലുമൊക്കെ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന തിന്മയുടെ സ്വാധീനത്തെപ്പറ്റി ദാവീദ് രാജാവ് ഇവിടെ വാചാലനാകുകയാണ്. ഭക്തൻ വാചാലനാകുകയാണ്. ദുഷ്ടൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ കിടക്കമേൽ അകർത്യം ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, കിടക്ക എന്തിനുള്ളതാണ്? അതുകൊണ്ട് ആ കിടക്കയെക്കുറിച്ച് പോലും പറയുന്നത് കിടക്ക ഒരു ആൾത്താരയാണെന്നാണ് പറയുന്നത്. ജീവിത പങ്കാളികൾ തമ്മിലുള്ള വിശുദ്ധമായ ബന്ധം പോലും ഒരു ബലിയർപ്പണമാണെന്നാണ് പറയുന്നത്. അത് നന്മയുടെ ആയിരിക്കണം. അശുദ്ധമാകാത്ത കിടക്ക വേണം. തിന്മ പുരളാത്ത ഒരു കിടക്ക വേണം. കിടക്ക എന്ന് പറയുന്നത് സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കാനുള്ള ഒരു അനുഭവമാണ്. ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ ബോധത്തെയും മറന്ന് തന്നെ മറന്ന് കിടക്കുന്ന ഒരു സ്ഥാനമാണ് കിടക്കയെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തോ അറിയുന്നുണ്ട് പ്രിയമുള്ളവരെ. ചിലർക്ക് ഉറക്കമില്ല. ചിലർ കിടന്നു കഴിഞ്ഞാൽ, കിടക്ക കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഉണരുമ്പോഴാണ് അറിയുന്നത് നമ്മൾ എവിടെയാണെന്നുള്ളത്. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആര് വന്നാലും അറിയത്തില്ല. ചിലരെ എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടാലും അറിയത്തില്ല, അലറി വിളിച്ചാലും അറിയത്തില്ല. കിടക്കയെന്ന് പറയുന്നത് ഒരു സ്വസ്ഥതയുടെ പ്രതീകമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അതുകൊണ്ടാണ് ചിന്തകന്മാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ഒരു രീതിയിൽ കിടക്ക പോലും ഒരു കല്ലറയാണെന്ന്. ശരിയല്ലേ? മരിച്ച് കല്ലറയിൽ കയറുമ്പോൾ ആരും ഒന്നും അറിയുന്നില്ല. കിടക്കയിൽ വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനൊന്നും അറിയുന്നില്ല, അവനെക്കുറിച്ച് പോലും അറിയുന്നില്ല, ചുറ്റുവട്ടങ്ങൾ അറിയുന്നില്ല. ഇന്ന് മനുഷ്യന് പ്രൈവസി കൂടുതൽ വേണം. മുറികളുണ്ടെങ്കിൽ മുറികളൊക്കെ അടച്ച്, വാതിലൊക്കെ അടച്ച് അവൻ സ്വസ്ഥമായിട്ട് കിടക്കുന്നു. നാളെ എഴുന്നേൽക്കുമെന്ന് പോലും അറിയത്തില്ല. എത്രയോ മനുഷ്യർ കിടക്കുന്നു, ഉറങ്ങുന്നു. നാളെ എഴുന്നേൽക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഉറക്കത്തിൽ മരിച്ചുപോയവർ എത്ര പേരാണ്? ചെറുപ്പക്കാർ ഒത്തിരി പേര് മരിച്ചു പോകുന്നു, പ്രായമുള്ളവർ പോകുന്നു. എത്രയോ പേര് കിടക്കയിൽ തളർന്നു കിടന്നു പോകുന്നു, എഴുന്നേൽക്കാൻ വയ്യ. വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. ഇത് കേൾക്കുന്നവരും കാണും. കിടക്കയെന്ന് പറയുന്നത് സമാധാനമായി സ്വസ്ഥമായി കിടക്കാനുള്ള ഒരു അനുഭവം. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. ഇവിടെ ഓർത്തോ, ഇവിടെ ദുഷ്ടനെക്കുറിച്ച്, ദുഷ്ടതയുള്ളവരെക്കുറിച്ച് പറയുന്നത് കിടക്കമേൽ പോലും അകർത്യം ചിന്തിക്കുന്നു. കിടന്നിട്ട് ഉറക്കം വരത്തില്ല, പലതും ആലോചിച്ച് കൂട്ടുക. ഇന്ന് രണ്ട് രീതിയിൽ മനുഷ്യൻ കിടക്ക ഉപയോഗിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ലെന്നാണ് പറയുന്നത്. സമാധാനമില്ല, എന്തൊക്കെയോ പേടിയാണ്, എന്തൊക്കെയോ ഭയമാണ്, നാളെക്കുറിച്ച് ഓർത്തുള്ള ഭയങ്കരമായ ടെൻഷൻ. അങ്ങോട്ട് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കിടന്നു കഴിഞ്ഞാൽ രാത്രി 2 മണിയായാലും 3 മണിയായാലും ഉറങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കുക. അത്തരമൊരു തലമുണ്ട്. അത് മനുഷ്യൻ്റെ ഭീതിയുടെ നടുവിലാണ്, അസ്വസ്ഥതയുടെ നടുവിലാണ്. ഞാനിതുവരെ ഒന്നും നേടിയില്ല, എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ ജോലി ശരിയായില്ല, നാളെ ഇനി എന്തായിത്തീരും, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊരു സ്വസ്ഥതയില്ല, സാലറി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, കിടക്ക ഒരേ സമയം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമിത്തേരിക്ക് തുല്യമാണ്, അല്ലെങ്കിൽ കിടക്ക ഒരേ സമയം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണ്. ബോധം മൊത്തം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു ശയ്യയാണ് ഈ കിടക്കയെന്ന് പറയുന്നത്. എന്നാൽ ആ ശയ്യയിലായിട്ട് പോലും കിടക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് സ്വന്തം പ്രയാസങ്ങളല്ല, പ്രതിസന്ധികളല്ല, നൊമ്പരങ്ങളല്ല, രോഗമല്ല, ഇതൊന്നുമില്ല. കിടന്നുറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാലും കിടക്കേ കിടന്ന് ദോഷം ചിന്തിക്കുക, ജീവിത പങ്കാളിയെക്കുറിച്ച് പോലും ഓർക്കുന്നില്ല. ചില മനുഷ്യരുണ്ട്, കിടക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ കിടന്ന ആലോചനകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ കിടന്ന് നിൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, അല്പസമയം നീ നോക്കിക്കോ, അത് തെറ്റാന്ന് പറയുന്നില്ല. നിൻ്റെ ആരോഗ്യം നീ നോക്കിയാൽ മതി. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് മൊബൈലൊക്കെ
കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ണൊക്കെ അടിച്ചു പോകും, ഉറക്കം നഷ്ടപ്പെടും, തലവേദന കൂടും, ടെൻഷൻ കൂടും. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ന്യായമായ രീതിയിൽ കിടന്ന് നോക്കുന്നതോടെ തെറ്റുന്നുണ്ടെന്ന് പറയുന്നില്ല. കിടക്കയിൽ അകൃത്യം ചിന്തിക്കുക എന്ന് വെച്ചാൽ മൊബൈലുമല്ല നോക്കുന്നത്, മറ്റു കാര്യങ്ങളുമല്ല, അകൃത്യം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അവനെ എങ്ങനെ തകർക്കാം, ഇവളെ എങ്ങനെ തകർക്കാം എന്ന് വെച്ചാൽ എപ്പോഴും ഊണിലും ഉറക്കത്തിലും അത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ പലപ്പോഴും ഒരു കാര്യം ചിന്തിച്ചോണം, നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പല ഘടകങ്ങളും ഞാൻ പറഞ്ഞു. ടെൻസ്ഡ് ലൈഫ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. അതിനേക്കാൾ ഉപരി പ്രതികാര വാഞ്ച, തൻ്റെ കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിയെ എങ്ങനെ നശിപ്പിക്കാം. ഈ അടുത്തിടയ്ക്ക് നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത്. ജീവിത പങ്കാളിയെ കൊന്ന് ഹൈറേഞ്ചിൽ കൊണ്ടുപോയി കൊക്കയിൽ തള്ളപ്പെട്ട അനുഭവം, ജീവിത പങ്കാളി ഇല്ലാത്തപ്പോൾ തൻ്റെ കിടക്കയെ അശുദ്ധമാക്കുവാൻ മറ്റുള്ളവരെ വിളിച്ചു കയറ്റുന്ന അനുഭവം. ഇതെല്ലാം ഒരു രീതിയിൽ പറഞ്ഞാൽ അകൃത്യം ചിന്തിക്കുന്ന അനുഭവമാണ്. സഹോദര സഹോദരി, നിൻ്റെ കിടക്കയെ അശുദ്ധമാക്കുന്നതും അരുതാത്ത കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതും ദോഷം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും നാളത്തേക്കുള്ള തിന്മകൾ ആലോചിക്കുന്നതും ഒക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ ദുഷ്ടൻ്റെ അനുഭവമാണ്. നിൻ്റെ കിടക്ക സമാധാനത്തിൻ്റേതാകട്ടെ, കിടക്ക സ്വസ്ഥതയുടേതാകട്ടെ. അതുകൊണ്ട് പണ്ടുള്ള പിതാക്കന്മാരെപ്പോഴും പറയും, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നോണം, ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടക്കണം, ധ്യാനിച്ചുകൊണ്ട് കിടക്കണം. വിശുദ്ധമായ നിൻ്റെ കുടുംബജീവിതം നിനക്ക് നയിക്കാം, നിൻ്റെ തലമുറകളെ നിനക്ക് സൃഷ്ടിക്കാം. പക്ഷേ നാശത്തിൻ്റെ പാതയിലൂടെ പോകരുത്. വീണ്ടും ഓർത്തോ, കിടക്കയിൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ല. അപ്പോൾ ഉറക്കത്തിൽ മാത്രമല്ല, കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുന്നു, അരുതാത്തതായ സ്ഥാനങ്ങളിൽ പോകുന്നു. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ നല്ല ഭാഗ്യാവസ്ഥ കളഞ്ഞിട്ടാണ് കൊള്ളരുതാത്ത വഴിയിൽ പോയി നിൽക്കുന്നത്. നമ്മൾ ഓർക്കും, ഈ കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വലിയൊരു ആത്മീകമായ തലമുണ്ട്. നല്ല വഴിയും കൊള്ളരുതാത്ത വഴിയും നമുക്ക് തിരിച്ചറിയുന്നില്ല. കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, കേൾക്കുന്ന ഉപദേശങ്ങളെല്ലാം കൊള്ളരുതായ്മയുടേതാണ്. ആ വഴിയിൽ നിന്നാൽ മതി, നമ്മളെ നയിച്ചുകൊണ്ടങ്ങ് പോകുക, നമ്മളെ എടുത്തുകൊണ്ട് പോകുക. പ്രിയമുള്ളവരെ, നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും നന്മയുടെ വഴിത്താര കണ്ടുപിടിക്കണം. അതുകൊണ്ട് ആ ഒരുവനെ കുറിച്ചറിയാൻ അവൻ്റെ കൂട്ടുകാരൻ എങ്ങനെയായെന്നും മാത്രം നോക്കിയാൽ മതി. നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു. തിന്മ ചെയ്യാനൊന്നുമല്ല, ഞാനൊന്ന് കേട്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ, ഒറ്റത്തവണ മാത്രം. ഇന്ന് കൊള്ളരുതാത്ത വഴിത്താരകൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വഴിത്താരകൾ, നാശത്തിൻ്റെ വിശാലമായ വഴിത്താരകൾ, അശുദ്ധിയുടെയും തിന്മയുടേതുമായിട്ടുള്ള വഴിത്താരകൾ, അതിങ്ങനെ നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ വഴിത്താരകളിൽ ഭൗതിക വെളിച്ചം ഒത്തിരിയുണ്ട്. കൊള്ളരുതാത്ത വഴികൾ വിശാലമാണ്. ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ ഒത്തിരിയുണ്ട്. സംസാരിക്കാൻ ആളുകൾ ഒത്തിരിയുണ്ട്. കൊള്ളരുതാത്ത വഴികൾ അതാ. നന്മയുടെ വഴിത്താരകൾ ഇടുങ്ങിയതായിരിക്കും. അതിവേഗതയിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. നന്മയുടെ വഴിത്താരകളിൽ ആളുകൾ കുറവായിരിക്കും. കർത്താവേ, നിൻ പാതകളിൽ പരമിടുങ്ങിയ വിധികളിൽ വീഴാതെന്നെ നയിക്കണമേ, വിജയാനുഗ്രഹമേകണമേ. എല്ലാവരും ആകർഷിക്കുന്ന, ആകർഷണീയത തോന്നുന്ന ആ വഴിത്താരകളിൽ നിന്ന് മാറി നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതിൻ്റെ അവസാനമായിട്ട് പറയുന്നത്, യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളം, നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. അതൊരു വലിയൊരു സാക്ഷ്യമാണ്. സങ്കീർത്തനക്കാരൻ ദുഷ്ടതയെക്കുറിച്ചും ദുഷ്ടനെക്കുറിച്ചുമൊക്കെ വാചാലനായതിനു ശേഷം ആദ്യത്തെ 4 വാക്യങ്ങളിൽ വാചാലനായതിനു ശേഷം വീണ്ടും പറയുക, യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളമാണ്, നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളമാണ്. അതിന് അതിരില്ല. നിൻ്റെ ദയ ആകാശത്തോളം എന്ന് പറഞ്ഞിട്ട് മേഘപടലങ്ങളോളമുണ്ട് വിശ്വസ്തത.
അന്തമില്ലാത്ത ദയെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും അതൊരു പ്രാർത്ഥനയാണ്, ഒരു വലിയ ധ്യാനമാണ്. കർത്താവെ, ദുഷ്ടത പ്രവർത്തിക്കുന്നവനും നിന്നെ അറിയാത്തവനും കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുന്നവനും കിടക്കയെ അശുദ്ധമാക്കുന്നവനും കിടക്കയിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവനും ഒക്കെയുണ്ട്. പക്ഷേ എങ്കിലും നിന്റെ ദയയുടെ മറവിൽ, മേഘങ്ങളോളം എത്തുന്ന വിശ്വസ്തതയുടെ മറവിൽ നീ നിൽക്കുമ്പോൾ ഇവനെയും ഒന്ന് വിളിക്കണം, പേര് ചൊല്ലി വിളിക്കണം. കരയരുതേ ഇനിയൻ പൊന്മണിയേ, ഞാൻ നിന്റെ ദൈവമല്ലോ, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. കരയരുതേ ഇനിയൻ പൊന്മണിയേ, ഞാൻ നിന്റെ ദൈവമല്ലോ. അതേ പ്രിയമുള്ളവരെ, ഒന്നിനെയും ദുഷ്ടനെന്ന് പറഞ്ഞ് തള്ളിക്കളയുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ വിശ്വസ്തതയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ദയം നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. നമ്മളോ നമ്മളുടെ മക്കളോ സഹോദരങ്ങളോ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നകന്ന് ദുഷ്ടതയുടെ ഏത് വഴിത്താരയിലായിപ്പോയാലും അവർ തിരിഞ്ഞു വരണം, സ്നേഹത്തിലേക്ക് വരണം, ദൈവത്തിൻ്റെ കരുതലിലേക്ക് വരണം, നന്മയിലായി തീരണം. ആ നന്മയിലായി തീരുവാനുള്ള വഴി ദൈവമേ നീ എനിക്ക് കാണിച്ചു തരണം. ആ കാണിച്ചു തരുന്ന വഴിത്താരയിലൂടെ മുൻപോട്ട് പോകുവാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.